എനിക്കൊരു പേടിയുണ്ട് അങ്ങനെ പറഞ്ഞ ഓളെ മനസ്സിലൊരു ടെൻഷൻ വരുമോ എന്നുള്ളത്. അപ്പൊ ഷെഫി അതിനും പറയും, എന്ത് പറഞ്ഞാലും എന്നോട് പറയും, ആ പ്രശ്നമില്ല. എനിക്ക് എപ്പോഴേക്കും എന്തെങ്കിലും കള്ളം പറയാൻ കിട്ടുമോ? ടെൻഷന്റെ ആവശ്യം വരുന്നില്ല. കള്ളം എനിക്ക് അങ്ങനെ തോന്നില്ല. ഞാൻ വിചാരിക്കും മനുഷ്യൻ ഇന്ന് ഫുൾ ബുദ്ധി ഇല്ലേ, എന്ത് ടെൻഷൻ വന്നാലും ഷെഫിനെ കണ്ട എന്റെ എല്ലാ ടെൻഷനും മാറും. ചില കാര്യങ്ങളിൽ നമുക്ക് ഏജ് ഡിഫറൻസ് ഉണ്ടാകും തോന്നുന്നു. സത്യം പറയാ രണ്ടാം ജന്മം എന്നൊക്കെ പറയല്ലേ, അത് തന്നെ. കുറച്ചുകൂടി മുമ്പായിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു ഇതായിരുന്നല്ലോ എന്നുള്ള. ഇപ്പൊ ഞാൻ ഇത്തയുടെ ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ 14 വർഷത്തിന് ശേഷമുള്ള ഒരു ജീവിതം, ഇക്കയുടെ കൂടെ ഉള്ള ജീവിതം, അതെങ്ങനെയാണെന്ന് ഒന്ന് ആണല്ലേ? അപ്പൊ അതിനുള്ള കൺഗ്രാറ്റ്സ്. സത്യം പറയാ രണ്ടാം ജന്മം എന്നൊക്കെ പറയല്ലേ, അത് തന്നെ. ശരിക്കും സത്യം ഒരു ചെറിയ വയസ്സിൽ തന്നെ ഡിവേഴ്സ് അയക്കണല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുന്നു, അങ്ങനെ അതൊക്കെ എങ്ങനെ അയക്കല്ലോ, ആ ഒരു ലൈഫൊക്കെ എങ്ങനെ അയക്കല്ലോ എന്നൊക്കെ അതൊക്കെ പറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ സംസാരിച്ച കാര്യം എന്താ, അതന്നെ കുറച്ചുകൂടി മുമ്പായിരുന്നെങ്കിൽ, കുറച്ചുകൂടി നേരത്തെ തന്നെ കല്യാണം കഴിക്കാൻ കിട്ടി, അങ്ങനെ ചെറിയൊരു ഏജിലൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മള്. കുറച്ചുകൂടി മുമ്പായിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു ഇതായിരുന്നല്ലോ എന്നുള്ള ഇതുണ്ടായനെ അല്ലേ? പക്ഷെ നിങ്ങള് എന്താണ് ഹാപ്പി, നിങ്ങള് ലൈഫില് നല്ല ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പം നിങ്ങക്ക് ഏജ് ശരിക്കും ആദ്യം എപ്പോഴെങ്കിലും ഒരു ഏജ് ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് ഏജ് ഡിഫറൻസ് എന്തായാലും തോന്നാറുണ്ട്, സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവും. ഏജിന്റെ ഒരു ഏജ് കൂടുതൽ ആൾക്കാരെ കണ്ടുള്ള കാര്യങ്ങൾ നമ്മളെ കണ്ട് ചിലപ്പോൾ ശരിയാക്കിക്കൊള്ളുന്നില്ല. പല വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അത് എനിക്കായാലും ഉണ്ടാവും, ഷെഫിക്കായാലും ഉണ്ടാവും. ചിലപ്പോ എന്നോട് പറയും, ഇനി ഒരു ഉമ്മനെ പോലെ ആവല്ലേ നോക്കാം. കാരണം നമുക്ക് എന്താ പറയാ, ചില കാര്യങ്ങള് നമ്മൾ ഭയങ്കരമായിട്ട് വയ്യൊക്കെ നടക്കുമല്ലോ, ഭക്ഷണം കഴിച്ചില്ലേ, കുളിച്ചില്ലേ, മാറ്റണ്ടേ, അങ്ങനൊക്കെ പറഞ്ഞ് നടക്കുമ്പോ ഉമ്മനായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ എന്റെ മനസ്സിലുണ്ടാവുക, നമ്മ കഴിച്ചില്ലല്ലോ, കുളിച്ചില്ലല്ലോ, മാറ്റണ്ടേ, അങ്ങനെ നമുക്ക് അത്രയും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഭാര്യ കിട്ടിയില്ലേ. എന്റെ മനസ്സിൽ കെയറിംഗാണ്, പക്ഷെ കാണുന്നവർക്ക് മോനാണ്. ഷെഫിക്ക് മനസ്സിലാക്കാറുണ്ട്, പറയല്ല എന്നോട് അങ്ങനത്തെ ഒരു കാര്യം പറയാറില്ല. നിങ്ങള് ശരിക്കും തല്ല് പിടിക്കാറുണ്ടോ? നന്നായി തല്ല് പിടിക്കുന്ന ആരാത്ത ആണ്? ഞാനിത് ആരോടാ ചോദിച്ചത്. അപ്പൊ കോംപ്രമൈസ് ചെയ്യുന്നവരായിരിക്കും ഷെഫിക്കാണ്. ആണ്, അതുകൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞതല്ലേ. കാരണം എനിക്ക് നാളെയും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കട്ടെ. ഇനി ഷെഫീക്ക പറയുക എന്താ നടക്കാൻ വേണമെന്ന് കാണാം, എന്താന്ന് വെച്ചാൽ സത്യം പറഞ്ഞ അല്ലേ. വിവാഹത്തിന് മുമ്പുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ബെറ്റർ ഉള്ള ലൈഫ് ഒന്നല്ല. ഇപ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടി, ഹാപ്പി ആയിട്ട് അങ്ങ് പോകുന്നുണ്ട്. വേറെ ഒരു പ്രശ്നമില്ലാതെ ഹാപ്പി ആയിട്ട് അങ്ങ് പോവാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിങ്ങളിൽ തൃപ്തരാണ് അല്ലേ? പിന്നെ ആർക്കും പ്രശ്നം സബ്സ്ക്രൈബേഴ്സിനല്ല, കമന്റ് അവര് കാണുന്നുണ്ടല്ലോ വീഡിയോ, സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ടാണല്ലോ ഇപ്പൊ വീഡിയോ കാണുന്നത് പറയണത്. ഓക്കെ, ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് അറിയില്ലായിരിക്കും. അപ്പൊ അങ്ങനെ അറിയാതെയാണല്ലോ ഓരോന്നൊക്കെ പറയണം. മീൻസ് ഏജ് ആണ്, ഉമ്മയെ പോലെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ മകളെ ബാധിക്കുന്നുണ്ടോ? മക്കളെ ഒരുപാട് ബാധിക്കും. എന്തൊക്കെയായിരിക്കും ഐശുവിനെയും? എനിക്കൊരു പേടിയുണ്ട് അങ്ങനെ പറഞ്ഞ ഓളെ മനസ്സിലൊരു ടെൻഷൻ വരുമോ എന്നുള്ളത്. അപ്പൊ ഷെഫി അതിനും പറയും, എന്ത് പറഞ്ഞാലും എന്നോട് പറയും, ആ പ്രശ്നമില്ല, റെഡി ആവും, ഇനി എന്തിനാ ടെൻഷനാണ്. കോൺഫിഡൻസോടെ ഒരു ഹസ്ബൻഡ് ഇരിക്കുകയാണ്. അതന്നെ, ഇനി എന്തിനാ ടെൻഷനാണെന്ന്. ഓക്കെ, ഞാൻ ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോ ഇത്തയുടെ ഒരു 2 ക്വാളിറ്റി പറ. 2 ക്വാളിറ്റി ഇപ്പൊ പറഞ്ഞോ. പഞ്ച്വാലിറ്റി. എന്തൊക്കെ കാര്യത്തിലാണ് ഈ പഞ്ച്വാലിറ്റി ഉള്ളത്? അത് അങ്ങോട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കും ആ കാര്യത്തിലൊക്കെ പഞ്ചായത്ത്, ഇങ്ങോട്ടുള്ളതിലൊന്നുമില്ല. ഇങ്ങോട്ടുള്ളതിലൊന്നുമില്ല, ഒരു പഞ്ചായത്തില്ല. ഡ്രസ്സൊക്കെ ആടണ്ട, ആണ
അടുത്തത് എന്താണെന്ന് ഇപ്പൊ പറയണം. ഇവക്ക് ഒരാളെടുത്ത് സംസാരിച്ച് പെരുമാറാൻ അറിയാം. അത് അടിപൊളിയാണ്. ബിഹേവിയർ അടിപൊളിയാണ്. അത് ഒരാളിപ്പോ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഓരോട് ഒരു ഇത് വരും. ബിഹേവ് ചെയ്യാനൊരു പ്രത്യേക ക്വാളിറ്റി. അത് എല്ലാവർക്കും ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. അതെ, പക്ഷെ എന്റെ ഭാര്യക്കുണ്ടത്. ഓക്കെ, ഇത്രയൊക്കെ ചോദിക്കാണ്. ഇത്തേ ക്വസ്റ്റ്യൻ 2 ക്വാളിറ്റി എന്തായിരിക്കും? ക്വാളിറ്റി വെച്ചാല് എന്ത് ടെൻഷൻ വന്നാലും ഷെഫിനെ കണ്ട എന്റെ എല്ലാ ടെൻഷനും മാറും. എന്തിനും ധൈര്യം തരും. ഒരു മെഡിസിൻ തന്നെ. ഞാനിങ്ങനെ വിചാരിക്കും എന്തോ ടെൻഷൻ വരുമ്പോ വന്നാ മതിയേനു. അപ്പൊ കാണുമ്പോ തന്നെ ഇങ്ങനെ ഒന്ന് വിട്, ആ കേസ് വിടുന്ന് പറഞ്ഞ്. എനിക്കറിയില്ല അതെന്താ അങ്ങനെ പറയാം. എനിക്ക് സത്യം ചെറിയ കാര്യം ചോദിക്കട്ടെ, ഈ കമന്റ്സ് എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് കരയാറുണ്ടോ? അതന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. ടെൻഷൻ ഒന്നും ഞാൻ ഇന്ന് വരെ ടെൻഷൻ ആയിട്ട് കണ്ടിട്ടില്ല. ശരിക്കും ടെൻഷൻ ആവാറില്ല. ടെൻഷൻ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാവണല്ലേ. നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ നാളെ ഞാൻ ഇനി ചെന്നവരോട് എന്ത് പറയുന്ന രീതിയിൽ അല്ലേ ആ ഒരു ടെൻഷൻ ഇല്ലേ? എനിക്ക് എപ്പോഴേക്കും എന്തെങ്കിലും കള്ളം പറയാൻ കിട്ടുമോ? ടെൻഷന്റെ ആവശ്യം വരുന്നില്ല. കള്ളം എനിക്ക് അങ്ങനെ തോന്നില്ല. ഞാൻ വിചാരിക്കും മനുഷ്യൻ ഇന്ന് ഫുൾ ബുദ്ധി ഇല്ലേ, തീരെ ഒരു ടെൻഷൻ കാണാതെ എന്ത് പറഞ്ഞാലും ഹാപ്പി ആണ്.